അപ്പം വേർബും അതിൻ്റെ ഡിഫറൻറ്റ് ഫോംസും മനസ്സിലാക്കുന്ന നിങ്ങൾ ടെൻസിലേക്ക് കയറലായി. നമ്പർ 1 സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇതിലെങ്ങനെ ഒരു ഇംഗ്ലീഷ് വാചകം എഴുതും എന്ന് ചോദിച്ചാൽ ആരാണോ വാചകത്തിലെ സബ്ജക്റ്റ് അത് കഴിഞ്ഞൊട്ടനെ പ്രസൻറ്റ് വേർബ് എഴുതും. പ്രസൻറ്റ് വേർബ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് രൂപത്തിനും പ്രസൻറ്റ് വെർബ് എന്നാണ് പറയല്. പ്ലൂരൽ വെർബ് അഥവാ സിംഗുലർ വെർബ്. പ്ലൂരൽ വെർബ് എന്ന് പറഞ്ഞാൽ മാറല്ലേ, വെർബിൻ്റെ മൂലരൂപമാണ് പ്ലൂരൽ. ഗോൻ്റെ ഗോ, റീഡിൻ്റെ റീഡ്, റൈറ്റിൻ്റെ റൈറ്റ്, ഈ രൂപമാണ് പ്ലൂരൽ. എന്നാൽ എസ് ഉള്ള ഗോസ്, റീഡ്സ്, റൈറ്റ്സ് ഇതാണ് സിംഗുലർ വെർബ്. ഇതിനെ രണ്ടിനും കൂടിയാണ് പ്രസൻറ്റ് വെർബ് എന്ന് പറയുക. അത് സബ്ജക്റ്റിൻ്റെ കൂടെ വരുന്ന വാചകമാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇതാ എക്സാമ്പിൾ, ഹി ഗോസ് ടു സ്കൂൾ. കണ്ടോ, ഹി എന്ന സബ്ജക്റ്റിന് ശേഷം ഗോസ്. അതെന്താ ഗോ എന്ന് എഴുതാത്തത്? ഹി എന്ന് പറഞ്ഞാൽ ഒരാളാണ്, സിംഗുലർ. അവൻ എന്നല്ലേ അതിൻ്റെ അർത്ഥം, അയാൾ എന്നല്ലേ അർത്ഥം, അദ്ദേഹം എന്നല്ലേ, അതൊരാളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ സിംഗുലർ വെർബ് എസ് ഉള്ളത്. ഇപ്പോൾ സബ്ജക്റ്റും പ്രസൻറ്റ് വെർബും, അതായത് സിംഗുലർ വെർബ് തന്നെയാണ് പ്രസൻറ്റ് വെർബ്. ഇനി ദേ ഗോ ടു സ്കൂൾ. ദേ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ആളായി, അവർ എന്നല്ലേ, ഒന്നിലധികം ആളായി. അപ്പോൾ അതിൻ്റെ കൂടെ ഗോസ് അല്ല, ഗോ. ഇപ്പോൾ സബ്ജക്റ്റ് പ്ലൂരലാവുമ്പോൾ വെർബ് പ്ലൂരൽ. അപ്പം ഇതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, ഇതും സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള ഈ എഗ്രിമെൻറ്റിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് പറ, കോൺകോഡ്. ഓർമ്മിക്കണം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് വാചകം ഏത് വ്യാകരണ നിയമത്തെ ബേസ് ചെയ്തുകൊണ്ടിട്ടാണ് പറയേണ്ടത്? കോൺകോഡ്. വാട്ട് ഈസ് കോൺകോഡ്? പറ, മറന്നുപോയവർ. ഇതാ ഇതാ എഗ്രിമെൻ്റ് ബിറ്റ്വീൻ സബ്ജക്റ്റ് ആൻഡ് വേർബ്. സബ്ജക്റ്റും വേർബും തമ്മിലുള്ള എഗ്രിമെൻറ്റിനാണ് കോൺകോഡ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ തമ്മിൽ. സബ്ജക്റ്റും വെർബും തമ്മിലുള്ള എഗ്രിമെൻ്റാണ് കോൺകോഡ്. എന്താണ് എഗ്രിമെൻറ്റ്? സിംഗുലർ സബ്ജക്റ്റ് ടേക്സ് സിംഗുലർ വേർബ്, പ്ലൂരൽ സബ്ജക്റ്റ് ടേക്സ് പ്ലൂരൽ വെർബ്. സിംഗുലർ സബ്ജക്റ്റ് സിംഗുലർ വെർബിനെ സ്വീകരിക്കും, പ്ലൂരൽ സബ്ജക്റ്റ് പ്ലൂരൽ വെർബിനെ സ്വീകരിക്കും. ദിസ് എഗ്രിമെൻറ്റ് ഈസ് നോൺ ആസ് കോൺകോഡ്. ഇങ്ങനെയാണ് കുട്ടികളെ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ ഒരു ഇംഗ്ലീഷ് വാചകം നമ്മൾ എഴുതൽ. ഇനി ഈ ടെൻസിൻ്റെ യൂസാണ് പഠിപ്പിക്കുന്നത്. ഇത് ഇടയ്ക്ക് യൂസ് ചെയ്യും, അതിൻ്റെ വിശദാംശമാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. ഇതാണ് എക്സാമിന് ചോദിക്കൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇനി പറയുന്നതാണ് കേട്ടോ. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ യൂസ് ഒരു നല്ല ഗ്രാമർ ടെക്സ്റ്റിൽ, നല്ല ഗ്രാമർ ടെക്സ്റ്റ് പറഞ്ഞാൽ അതിൻ്റെ ചട്ടയല്ല കേട്ടോ. പലരും പുസ്തകം വാങ്ങാൻ പോയാലോ തുണി വാങ്ങാൻ പോയാലോ ഒക്കെ അതിൻ്റെ പുറംഭാഗം നോക്കുക. ചില ആൾ അതിൻ്റെ വിലയാണ് ചോദിക്കൽ. 500, 1000 എന്നെല്ലാം കേട്ടാൽ അത് മതി പറയും, കാരണം അത്രയും നല്ലതാണെന്നുള്ള ധാരണയിൽ. അപ്പോൾ ഇംഗ്ലീഷ് ഗ്രാമർ ടെക്സ്റ്റ് മേടിക്കാൻ ഏതെങ്കിലും പീടികയിൽ പോയാൽ അതിൻ്റെ പുറം കവറില്ലേ, പുറത്തെ കവറും മുൻഭാഗത്തെ കവറും നോക്കി ഏതെങ്കിലും സിനിമാ നടന്മാരൊക്കെ ചിത്രമുള്ളതല്ല വാങ്ങേണ്ടത്. അവർ മോശം എന്നല്ല അതിൻ്റെ അർത്ഥം. അതായത് അതാരെ എഴുതി നോക്കണം. റണ്ണൻ മാർട്ട്, മാക്മിലൻ ഇങ്ങനെയൊക്കെയുള്ള ഗംഭീരമായ ആൾക്കാർ നയിച്ച പിന്നെ വ്യാകരണ പുസ്തകമാണ് അതിൻ്റെ ശുദ്ധിയുള്ളത്. അതിലാണ് എല്ലാ നിയമവും ഉണ്ടാവല്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രാമർ ടെക്സ്റ്റ് എടുത്താൽ ഈ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിന് 14 യൂസ് ഉണ്ട് അതിൽ എഴുതി വെച്ചിട്ട്. 14 കേസിൽ എന്ന് പറഞ്ഞാൽ രൂപത്തിൽ സിമ്പിൾ പ്രസൻറ്റ് വാചകം നമുക്ക് നിത്യജീവിതത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ എല്ലാവരോടും ഉപയോഗിക്കാം. 14 കേസിൽ. പക്ഷെ അതൊക്കെ ഒരു മത്സര പരീക്ഷയ്ക്ക് പോകുന്ന ഒരു കുട്ടി അല്ല ഒരു വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ നിങ്ങൾ പഠിക്കണമെന്ന് വെച്ചാൽ വേണ്ട. അതിലൊരു 7ഓളം നിയമങ്ങളെങ്കിലും പഠിക്കണം. ബാക്കിയുള്ള 7 ആണെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഒഴിവാക്കണ്ട, ഇംഗ്ലീഷിൽ റിസർച്ചൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഭാഷയുടെ നല്ലൊരു ജ്ഞാനിയായി മാറണം എന്നുണ്ടെങ്കിൽ ആ 14 റൂളും പഠിക്കണം. ഇംഗ്ലീഷിൽ പല ലേഖനം, ഇപ്പം കവിതയോ നാടകമോ ഗദ്യമോ നിരൂപണമോ എന്തെങ്കിലും നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഈ 14 നിയമങ്ങളും പഠിച്ച ഒരാൾക്കേ ആവുള്ളൂ. കാരണം ആ വാചകങ്ങൾ എഴുതുമ്പം ചില വാചകം സിമ്പിൾ പ്രസൻറ്റിലായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ ചില ആൾ ഞെട്ടും, ഇതൊന്ന് ഇന്നലെ മിനിയാന്നെല്ലാം നടന്ന കാര്യം ഒന്ന് സിമ്പിൾ പ്രസൻറ്റിൽ എഴുതി ഇനി എന്നെല്ലാം പറയും. അപ്പോൾ അതിൻ്റെ ഒരു നിയമം അത്.
ഇങ്ങനെ ഭാഷയിൽ വല്ലാത്തൊരറിവ് ഡെപ്ത് വേണമെന്നുണ്ടെങ്കിൽ എല്ലാം അറിയണം. പക്ഷെ നമുക്കിപ്പോൾ ഒരു 5-6 നിയമങ്ങൾ അല്ലെങ്കിൽ 7 നിയമം മാക്സിമം പഠിച്ചാൽ മതി. അതിലൊക്കെ ഞാൻ പോലായി. ഇനി പോകുമ്പോന്ന് എൻ്റെ കുഞ്ഞുങ്ങളറിയൽ PSCയുടെ കുറേ ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരും. ഓഹോ, ഇത് നിന്ന് വന്നതാണോ, ഞാനത് മനസ്സിലാക്കിയിട്ടില്ല എന്നെല്ലാം പറയില്ലേ, നമുക്കെല്ലാം അങ്ങനെയല്ലേ, അപ്പോൾ ഇതങ്ങനെയാണല്ലേ, അത് എനിക്ക് തിരിഞ്ഞിട്ടില്ല എന്നെല്ലാം പറയും. അതിപ്പം കാണും. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് യൂസ് ഞാൻ പഠിപ്പിക്കണം എന്നില്ല, നിങ്ങൾക്കറിയാം. ഈ പേരിൽ തന്നെയുള്ള അർത്ഥമാണ്. ഏതായാലും അത് പറയാം. സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഒന്നാമത്തെ ഉപയോഗം. ഇത്തരത്തിലുള്ള വാചകം ഇംഗ്ലീഷ് ഭാഷയിൽ ഉപയോഗിക്കൽ എവിടെയാണെന്നുള്ളതിൻ്റെ ആദ്യത്തെ നിയമം ഒന്നുമില്ല. പറയുന്ന വാചകത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്രിയയില്ലേ, വർബ്, സിമ്പിൾ ആക്ഷൻ്റെ വർബാണെങ്കിൽ സച്ച് സെൻറ്റൻസ് ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അതായത് ഇഫ് ദ ആക്ഷൻ ഈസ് സിമ്പിൾ ഓർ ഇൻഡെഫിനിറ്റ്, ദ സെൻറ്റൻസ് മസ്റ്റ് ബി കൺവേഡ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ചെയ്യുന്ന പ്രവൃത്തി ലളിതമാണ് അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലാത്തതാണെങ്കിൽ അങ്ങനെയുള്ള വാചകം സിമ്പിൾ പ്രസൻറ്റിലേ പറഞ്ഞോളൂ. അതല്ലേ ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നിനി. അച്ഛൻ എന്താ ചെയ്യുന്നത്? അച്ഛൻ മുറ്റത്തിരിക്കുന്നു. ഇരുന്നുകൊണ്ടിരിക്കുന്നതല്ല പറഞ്ഞിനി, ഇരിക്കുന്നു. നമ്മൾ കാണുമ്പോൾ അച്ഛൻ ഇരിക്കുന്നതാണ്, പിന്നെ അതല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പം മൈ ഫാദർ സിറ്റ്സ് ഓൺ ദ ലോൺ. അമ്മ എന്താ ചെയ്യുന്നത്? ഷീ കുക്സ് ഇൻ ദ കിച്ചൺ. കുട്ടി എന്താ ചെയ്യുന്നത്? ദ ചൈൽഡ് ക്രൈസ് ലൗഡ്ലി. നീ എന്താ ചെയ്യുന്നത്? ഐ ഗോ ഔട്ട്സൈഡ്. ഐ ആം ഗോയിങ് അല്ല, ഐ ഗോ. അവൻ വിളിക്കുമ്പോൾ ഞാൻ പോവുകയെന്ന്. ഞങ്ങൾ എത്തുമെന്നല്ല അറിയാം, പിന്നെ എങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കൽ പറയല്? ഐ ഗോ ഔട്ട്സൈഡ്. അവനോ? ഹി കംസ് ഹിയർ. അവനിതാ വരുന്ന്. വന്നുകൊണ്ടിരിക്കുന്നു പറയാൻ പറ്റില്ല, നമ്മൾ കാണുമ്പം വരുന്നുണ്ട്, പിന്നെ വഴിക്കുന്ന വീകാറ്റം ചെയ്തെങ്കിലോ. ഹി കംസ് ഹിയർ. ഇങ്ങനെയുള്ള ആക്ഷനാണ് സിമ്പിൾ അഥവാ ഇൻഡെഫിനിറ്റ് ആക്ഷൻ. അപ്പോൾ നാം കാണുന്ന ആക്ഷൻ സിമ്പിളോ ഇൻഡെഫിനിറ്റോ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നതെങ്കിൽ സച്ച് സെൻറ്റൻസ് ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ ഫസ്റ്റ് യൂസ് ഞാൻ പറഞ്ഞു. ഇനി വേണമെങ്കിൽ നോട്ടായിട്ട് എഴുതിയെടുത്തോ. ഇഫ് ദ ആക്ഷൻ ഈസ് സിമ്പിൾ ഓർ ഇൻഡെഫിനിറ്റ്, such a sentence is to be expressed in simple present tense. എന്താ ഇഫ് എന്ന് പറഞ്ഞാൽ എങ്കിൽ, എങ്ങനെയാണെങ്കിൽ ആക്ഷൻ ഇല്ലേ, പ്രവൃത്തി സിമ്പിൾ അല്ലെങ്കിൽ ഇൻഡെഫിനിറ്റ് ആണെങ്കിൽ, ലളിതമോ അല്ലെങ്കിൽ ഉറപ്പില്ലാത്തതോ ആണെങ്കിൽ സച്ച് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ അത്തരം വാക്യങ്ങൾ ഏതിൽ എക്സ്പ്രസ് ചെയ്യണം? സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. എക്സാമ്പിൾ, ഹീ ക്രൈസ് ലൗഡ്ലി. അവൻ ഒച്ചത്തിൽ കരയുന്നു. കണ്ടോ, ഒരു സിമ്പിൾ ആക്ഷനാണ്, കരയുന്നു. ഷീ കംസ് ടു മൈ ഹോം. അവൾ എൻ്റെ വീട്ടിലേക്ക് വരുന്നു. ഇതാ ഷീ കംസ് പറയുമ്പോൾ നോക്കിയേ, സബ്ജക്റ്റ് സിംഗുലറാണ്, സിംഗുലർ വെർബ് തന്നെ എഴുതി, പ്രസൻറ്റ് വെർബ് എന്ന് അതിൻ്റെ പേര്, സിമ്പിൾ പ്രസൻ്റായത്. അപ്പോൾ ഇതിൽ നിന്ന് പരീക്ഷയ്ക്ക് വലിയ ക്വസ്റ്റ്യൻസ് ചോദിച്ചിനോ എന്ന് ചോദിച്ചാൽ വലിയ തോതിലൊന്നും ഉണ്ടായിട്ടില്ല ഈ നിയമത്തിൽ നിന്ന്. പക്ഷേ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞുകൂടാ. കാരണം ഞാൻ നിങ്ങൾക്ക് ഒരു LDC പരീക്ഷയ്ക്ക് പോകാനോ ഒരു UP അസിസ്റ്റൻ്റ് പരീക്ഷയ്ക്ക് പോകാനോ ഒരു BDOനോ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ഗ്രേഡ് പരീക്ഷയ്ക്കോ എഴുതാനുള്ള അറിവ് മാത്രമല്ല ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ കൺമുമ്പിൽ വെച്ച് ഏത് മത്സര പരീക്ഷ വന്നാലും അതൊക്കെ എഴുതാനുള്ള പ്രാപ്തി, UPSC അടക്കം. ഇപ്പം കഴിഞ്ഞ ഒരു 5 മാസം മുമ്പേ നമ്മളെ കൊറോണയുടെ ഏതാണ്ട് തുടക്കത്തിൽ ചൈനയിലെല്ലാം കൊറോണ വന്നു, നമുക്കൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ചൈനക്കാരെ കാര്യമെല്ലാം പേപ്പറിൽ വായിക്കുന്നൊരു സമയം ഉണ്ടായിട്ടില്ലേ. ഇപ്പം അമേരിക്കയിലേക്കും പോലായി, ഇന്ത്യയിലേക്ക് എത്തിയിട്ടില്ല എന്നെല്ലാം പറഞ്ഞ് നമ്മളിങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന സമയം. ആ സമയത്ത് കുട്ടികളെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പരീക്ഷ നടന്നിന്. പോസ്റ്റ് ഓഫീസ്, പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ ക്ലറിക്കൽ പരീക്ഷ. ക്ലറിക്കലല്ല ശരിക്കും, അത് ആ ഡിപ്പാർട്ട്മെൻ്റൽ ടെക്സ്റ്റ് എന്ന് അതിന് പറയുന്നുണ്ട്. അവിടെ തന്നെയുള്ള ഈ ജോലിക്ക് കയറിയവർക്കുള്ളൊരു പരീക്ഷയാണ്. ക്ലർക്ക് തന്നെ തോന്നുന്നു, അതിന് അവർക്കെന്തോ പേരൊക്കെ അറിയുണ്ടാവും, അതൊന്നും എനിക്കറിയില്ല. നോക്ക്, ഏതായാലും പോസ്റ്റൽ പരീക്ഷയാണ്. അതിൽ 30 ക്വസ്റ്റ്യനാണ് ഇംഗ്ലീഷിൽ ചോദിച്ചത്.
10 ക്വസ്റ്റ്യൻ ട്രാൻസ്ലേഷനാണ് അവർക്ക് വന്നത്. പോകുമ്പോഴേ അതിന് പഴയൊരു മെത്തേഡ് അങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്തിന് അതുപോലെ കുട്ടികൾക്ക് എഴുതാൻ പറ്റിയില്ല. 10 ചോദ്യം തർജ്ജമ, അതിൽ 5 മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്കും ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്കും മാറ്റാനാണ്. അതിലൊരു മലയാള ചോദ്യം തന്നിട്ട് മലയാള വാചകം തന്നിട്ട് ഇംഗ്ലീഷിലേക്ക് മാറ്റാൻ തന്ന വാചകം കേട്ടോ, കുട്ടികൾ ഉച്ചത്തിൽ കരയുന്നു, ട്രാൻസ്ലേറ്റ് ഇൻ ടു ഇംഗ്ലീഷ് എന്നാണ് അവർ പറഞ്ഞത്. എന്നിട്ട് ഓപ്ഷനിൽ കണ്ട കുട്ടികളെ തന്നത് എ, ദ ചിൽഡ്രൻ ആർ ക്രൈയിങ് ലൗഡിലി, ദ ചിൽഡ്രൻ ആർ ക്രൈയിങ് ലൗഡിലി. ബി, ദ ചിൽഡ്രൻ ക്രൈ ലൗഡിലി. സി, ദ ചിൽഡ്രൻ ക്രൈസ് ലൗഡിലി. ഇനി ഡി വല്ലുണ്ടേ, അതെല്ലാം വിചിത്രമാണ്. ഇതിലേതുത്തരം എന്നുള്ളതിന് പലരും ആദ്യത്തെ ഉത്തരമായത് ഇനി ദ ചിൽഡ്രൻ ആർ ക്രൈയിങ് ലൗഡിലി. എല്ലാവരും മാർക്കും പോയി. ഇനി ആ വാചകം ഒന്ന് മലയാളത്തിൽ എടുത്തു നോക്കിയാൽ മലയാളത്തിൽ തന്ന വാചകത്തിൻ്റെ സത്തയിലേക്കൊന്ന് കടന്ന്, കുട്ടികൾ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, കരയുന്നു. സിമ്പിൾ ആക്ഷനാണ് അത്, കണ്ടിന്യൂസ് അല്ല, കരഞ്ഞുകൊണ്ടിരിക്കുന്നു പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആർ ക്രൈയിങ് എഴുതൽ, ഈസ് ക്രൈയിങ് ആർ ക്രൈയിങ് എന്നല്ല എഴുതൽ. ഇവിടെ ക്രൈയോ ക്രൈസോ ആണ് എഴുതേണ്ടത്. കുട്ടികളല്ലേ, ചിൽഡ്രൻ അല്ലേ, പ്ലൂറൽ അല്ലേ, അതിൻ്റെ കൂടെ പ്ലൂറൽ വർബല്ലേ, ക്രൈ അല്ലേ പറയില്ലേ. ക്രൈസ് എങ്ങനെ പറയുക? ചൈൽഡ് ആണെങ്കിലല്ലേ ക്രൈസ് എന്ന് പറയുക. അപ്പം ഉത്തരം ഏതാ? ദ ചിൽഡ്രൻ ക്രൈ ലൗഡിലി. ആ ഓപ്ഷനിൽ ബി ആ, എ ആ. ഏതാ ഞാൻ പറഞ്ഞു ചോദിച്ചാൽ അതല്ലേ. മനസ്സിലായി? ഇനി ഇംഗ്ലീഷിൽ വാചകം തന്നിട്ട് മലയാള തർജ്ജമ ചെയ്യാൻ വേണ്ടി തന്ന ചോദ്യം കേട്ടോ. മൈ ഫാദർ ഹെൽപ്സ് മീ ഇൻ ദ മാറ്റർ. ഈ വാക്യത്തിൻ്റെ മലയാള തർജ്ജമ എന്ത്? പലരും മലയാളത്തിൽ തന്ന 4 നോക്കിയിട്ട് അതിൽ ഏത് രസം നോക്കിയിട്ട് എഴുതലാന്ന്. ഞാനും അല്ല നിങ്ങളും അല്ല. അതിലെ വർബ് നോക്കും, ഹെൽപ്പ്, ഹെൽപ്സ്. ഹെൽപ്സാ തന്നിനി എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ പ്രസൻ്റാണ്. അപ്പോൾ ക്രിയയുടെ ലളിതമായ രൂപമാണ് അവിടെ എഴുതേണ്ടത്. മലയാള ഓപ്ഷൻസ് കണ്ടോ. എ, എൻ്റെ അച്ഛൻ ഈ വിഷയത്തിൽ എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ബി, എൻ്റെ അച്ഛൻ ഈ വിഷയത്തിൽ എന്നെ സഹായിക്കുന്നു. ഒരു സി ഡിയിലേക്കൊന്നും ഞാൻ പോകില്ല, എന്തിനും ഭ്രാന്താ. അപ്പോൾ ഏതാ? സഹായിക്കുന്നു, സഹായിച്ചു കൊണ്ടിരിക്കുന്നില്ല. അതിന് ഈസ് ഹെൽപ്പിംഗ് എന്ന് പറയണം. ഇത് ഹെൽപ്സ് എന്നേ ഇല്ലൂ, സിമ്പിളാണ്. റെഡിയായില്ലേ? ഇത് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നടന്ന പരീക്ഷ. ഇങ്ങനെ എത്ര പരീക്ഷകൾ കുട്ടികളെ നാടിൽ നടക്കുന്നുണ്ട്. ഇതൊക്കെ എഴുതണമെങ്കിൽ കണ്ടോ, ഈ ടെൻസ് എന്ന അധ്യായത്തിലെ സിമ്പിൾ പ്രസൻറ്റൻസും അതുപോലെ ഓരോ ടെൻസിൻ്റെയും യൂസ് ഗംഭീരമായി പഠിക്കണം. പഠിക്കൽ പറഞ്ഞാൽ അത് മനസ്സിലാക്കി പഠിക്കണം. ഇങ്ങനെ ബൈഹാർട്ട് പോരാ, ബൈഹാർട്ടും വേണം, മനസ്സിലാക്കിയിട്ട് ബൈഹാർട്ട് പഠിക്കും. അങ്ങനെ. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു വന്നത്? നാം പറയുന്ന ആക്ഷൻ, പ്രവൃത്തി സിമ്പിളോ ഇൻഡെഫിനിറ്റോ ആണെങ്കിൽ അത്തരം സെൻറ്റൻസ് ഏതിലേ എക്സ്പ്രസ് ചെയ്തുകൊടു? സിമ്പിൾ പ്രസൻറ്റിൽ. ഈ 2 എക്സാമ്പിൾ എഴുതിക്കൊണ്ട് പരീക്ഷയ്ക്ക് പോകാനാവില്ല. ഇത് മനസ്സിലാവാനായി തന്ന്. ഇതിൻ്റെ മലയാളവും മനസ്സിലാക്കണം. ഹീ ക്രൈസ് ലൗഡിലി. മലയാളം ഇത് പറ. അവൻ പറ ഉച്ചത്തിൽ. ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് കരയുന്നു. ഇതാ ക്രൈസ് എന്ന് പറഞ്ഞാൽ കരയുന്നു. ബ്രാക്കറ്റിൽ വേണമെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നല്ല തന്നെ. ഇത് അധികം ആളതിൽ പോയിട്ട് അതിൻ്റെ മലയാളം എങ്ങനെ എഴുതരുത്. അവൻ ഉച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് ഈസ് ക്രൈയിങ് ആണ്, കരഞ്ഞുകൊണ്ടിരിക്കൽ. ക്രൈസ് എന്ന് പറഞ്ഞാൽ കരയുന്നു. അടുത്തതോ, ഷീ കംസ് ടു മൈ ഹൗസ്. കംസ് ടു മൈ ഹോം. ഹൗസ് അല്ല, ഹോം പറ. എങ്ങനെ? അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നൂന്നോ വരുന്നൂന്നോ? കംസാണ്, വരുന്നു. വന്നുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ഓപ്ഷനിൽ തരും. തെറ്റ്. അപ്പോൾ ഇംഗ്ലീഷിലും നമ്മൾ ലളിതമായ ക്രിയകൾ ഇങ്ങനെ വരുന്നു, പോകുന്നു, ഇരിക്കുന്നു, കരയുന്നു, ജോലി ചെയ്യുന്നു എന്നൊക്കെയുള്ള ക്രിയകളാണ് ഒരു ഇംഗ്ലീഷ് വാചകത്തിൽ പറയേണ്ടതെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ പറയണം. പറയുമ്പം അതിലെ സബ്ജക്റ്റ് സിംഗുലറാണെങ്കിൽ വർബ് എസ് ചേർത്ത സിംഗുലർ എഴുതണം. പ്ലൂരലാണെങ്കിൽ എസ് ഇല്ലാത്ത പ്ലൂരൽ വർബ് എഴുതണം. ഇതാണ് സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ ഫസ്റ്റ് യൂസ്. ഇനി ലെറ്റസ് ഗോ ടു ദ സെക്കൻഡ് യൂസ്. രണ്ടാമത്തെ യൂസിലേക്ക് പോകാലോ. യെസ്, സെൻറ്റൻസിൻ്റെ സെക്കൻഡ് യൂസ് നല്ലോണം ശ്രദ്ധിക്കണേ.
സഡൻ എക്സ്ക്ലമേഷൻ, ഇങ്ങനെയൊക്കെയാണ് ഗ്രാമർ ടെക്സ്റ്റിൽ എഴുതിയത്. അതിൻ്റെ വിശദീകരണമൊക്കെയാണ് ഞാൻ നൽകാൻ പോകുന്നത് കേട്ടോ. പെട്ടെന്ന് ആശ്ചര്യം കലർത്തി നമ്മൾ ചില വാചകങ്ങൾ ഈ വർത്തമാനകാലത്ത് ഇരുന്നു കൊണ്ട് ആളോട് പറയാറില്ലേ? ആശ്ചര്യത്തിനാണ് എക്സ്ക്ലമേഷൻ എന്ന് പറയുന്നത്. സഡൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന്. ഇപ്പോൾ നോക്കിയേ, ഇപ്പം ഞാനും നിങ്ങളൊക്കെ ഈ ക്ലാസ്സിൽ, ഇതിപ്പം ഓൺലൈനല്ല, നമ്മൾ നേരിട്ടിങ്ങനെ ക്ലാസ്സിലാണെന്ന് വിചാരിക്കും. ഞാൻ ക്ലാസ് എടുക്കുന്നു, എൻ്റെ കുട്ടികളൊക്കെ എൻ്റെ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു. പെട്ടെന്ന് ഒരു പ്രശ്നവുമില്ല, നല്ല പ്ലസൻ്റ് അറ്റ്മോസ്ഫിയറാണ്. പ്രസൻ്റ് അല്ല, പ്ലസൻ്റ്, നല്ല ഹൃദ്യമായ അന്തരീക്ഷമാണ്, നല്ല സുഖമുള്ള അന്തരീക്ഷമാണെന്ന് വിചാരിക്കും. ചൂടും വെയിലൊക്കെ ഉണ്ട്, അത് പിന്നെ അന്തരീക്ഷത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ, പിന്നെ നമുക്ക് വെറുത്തുള്ളല്ലോ. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് കുഞ്ഞാളെ അൺഎക്സ്പെക്റ്റഡായിട്ട്, അപ്രതീക്ഷിതമായി ദർ കെയിം എ ഹെവി റെയിൻ, ഒരു ഘോര മഴ അങ്ങ് വന്നു, തീരെ പ്രതീക്ഷിക്കാണ്ട്, അതും ഇടിയും മിന്നോടൊക്കെ കൂടി. അപ്പോൾ ഞാനും നിങ്ങളൊക്കെ മനസ്സുകൊണ്ട് പറയലില്ല, ചിലപ്പോൾ സോളിലൊക്കെ ആയിരിക്കും, മനസ്സിന് ആത്മകഥയായിട്ടാണ് പറയില്ല, അല്ലെങ്കിൽ അടുത്ത ആളോട് പറയും ചെയ്യും, ഓ എന്ത് മഴയടോ, എന്തൊരിടി എന്നെല്ലാം പറയില്ലേ. ആ പറഞ്ഞതിനെയാണ് പെട്ടെന്നുള്ള ആശ്ചര്യവാചകം, അതായത് സഡൻ എക്സ്ക്ലമേഷൻ സെൻറ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു വാചകം ഇംഗ്ലീഷിൽ എവിടെയെങ്കിലും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ആ വാചകം സിമ്പിൾ പ്രസൻറ്റൻസിലേ പറഞ്ഞുകൊടു നിയമമാണ്. ഇതാ പറയുന്ന വാചകം കണ്ടോ, ഓ എന്തൊരു മഴ, ഇതാ, ഓ ഇറ്റ് റെയിൻസ് ഹെവിലി, ഓ എന്തൊരു ഘോര മഴ പെയ്യുന്നു. അതുപോലെ നമ്മൾ പറയില്ല, ആ അയാളതാ വരുന്നു, നമ്മൾ ആരോ പ്രതീക്ഷിക്കുന്നു, ആരും കാണുന്നേ ഇല്ല, പെട്ടെന്നുണ്ട് അയാൾ വരുന്നു. അപ്പം നമ്മൾ പറയില്ല ഓ, അല്ലെങ്കിൽ ആ അവനതാ വരുന്നു, ഹീ കംസ്, അല്ലേ? ഇനി ഓ ടീമതാ ജയിക്കുന്നു, ദ ടീം വിൻസ്. ഇതുവല്ല നമ്മൾ പറയുന്നത്. ഇനി ഇംഗ്ലീഷുകാരും പറയുന്ന ഒന്നാക്കട്ട്, അലാസ് ഷീ ഗോസ് അഗെയിൻ, അവളതാ വീണ്ടും പോന്ന്. അല്ല ഹുറാ, ദ നാഷൻ, അല്ല വേണ്ട, ദ ഹുറാ ഹീ കംസ് അഗെയിൻ, അവനതാ വീണ്ടും വരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഞാൻ ചെയ്ത കാര്യം നോക്കിയേ, ഓ ആ ഓ അലാ സൂറ, ഇതിനൊക്കെ ഞാൻ എന്താ ഒരു പേരിട്ടുമല്ലോ. സെൻറ്റൻസ് എടുക്കുമ്പോൾ പറഞ്ഞു തന്നിട്ടില്ലേ? പറയൂ. ഇൻ്റർജെക്ഷൻ. പഠിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, ഇതിപ്പോൾ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ നേരിട്ട് ചോദിക്കുന്നില്ല, എൻ്റെ ക്ലാസ്സിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ വിടുകയും ചെയ്യില്ല. ഇപ്പം നിങ്ങൾ ആ കുട്ടികൾ, ഞാനിത് പറയിക്കൊന്നും വേണ്ട, വേറൊരു അധ്യാപകനൊന്നും നിങ്ങളുടെ മേലെ വരണ്ട, നിങ്ങൾ തന്നെ നിങ്ങളുടെ ടീച്ചറാവുക. ഓരോ ചാപ്റ്റർ പഠിക്കുമ്പോഴും അതിലെല്ലാ വിശദ വിവരം കുഞ്ഞുങ്ങൾ പഠിക്കുക, എന്നാലേ നമുക്ക് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനാവുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള വാക്കിന് നമ്മൾ വിളിക്കുന്ന പേര് പറ, ഇൻ്റർജെക്ഷൻ എന്നാണ്. മലയാളത്തിലോ വ്യാക്ഷേപകം എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ആശ്ചര്യം വരുമ്പോൾ നമ്മൾ ചില ശബ്ദങ്ങൾ ഉണ്ടാക്കാറുണ്ട്, അത് വാക്കുകളാണ്, അതിന് ഒരർത്ഥവും ഡിക്ഷണറിയിലില്ല, ഇത് മീനിങ്ലെസ് വേർഡാണ്, എക്സ്ക്ലമേഷൻ്റെ സമയത്ത് ഉപയോഗിക്കുന്ന വേർഡാണ്. സച്ച് വേർഡ് ഈസ് നോൺ ആസ് ഇൻ്റർജെക്ഷൻ ഇൻ ഇംഗ്ലീഷ് ആൻഡ് വ്യാക്ഷേപകം ഇൻ മലയാളം. അപ്പം ഇൻ്റർജെക്ഷനിലാണ് ഞാൻ ഓരോ വാചകവും തുടങ്ങുന്നത്. നോക്ക്, അത് കഴിഞ്ഞ പാട് ആശ്ചര്യചിഹ്നം ഇതാ, എക്സ്ക്ലമേഷൻ മാർക്കും ഇതാണ്. ആ സെൻറ്റൻസൊക്കെ ഞാൻ എങ്ങനെ എഴുതി നോക്കിയേ, ആ ശക്തമായി മഴ പെയ്യുന്നതാ, ഇറ്റ് റെയിൻസ്, ഇതാ സബ്ജക്റ്റിൻ്റെ കൂടെ പ്രസൻറ്റ് വർബിത, ഇടിയും സബ്ജക്റ്റിൻ്റെ കൂടെ പ്രസൻറ്റ് വർബിത, സബ്ജക്റ്റിൻ്റെ കൂടെ പ്രസൻറ്റ് വർബിത, പ്രസൻറ്റ് വർബിത, പ്രസൻറ്റ് വർബിത, എല്ലാം സിമ്പിൾ പ്രസൻ്റ് അല്ലേ? ഇങ്ങനെ പറഞ്ഞോളൂ കുട്ടികളെ. അപ്പോൾ സഡൻ എക്സ്ക്ലമേഷൻ വാചകം, സഡൻ എക്സ്ക്ലമേഷൻ സെൻറ്റൻസ് ഈസ് ടു ബി എക്സ്പ്രസ്ഡ് ഓൺലി ഇൻ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്. ഇതാണ് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സെക്കൻഡ് യൂസ്. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരാൾ പോലും എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പേരും
ഇങ്ങനത്തെ വാചകം പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയൽ. നല്ല അറിവുള്ളവരോട് നിങ്ങൾ വെറുതെ വാചകം പറഞ്ഞു നോക്കി. ഓ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന, എങ്ങനെ ഇംഗ്ലീഷ് പറയുക? ഓ ഇറ്റ് ഈസ് റെയിനിങ് എന്നാ പറയല്. ഓ ഇറ്റ് റെയിൻസ് എന്നല്ല പറയല്. ഓ ഇറ്റ് ഈസ് റെയിനിങ് ഹെവിലി. ആ അയാൾ വന്നുകൊണ്ടിരിക്കുന്നതാ. ആ ഹീസ് കമ്മിങ്. ഹീ കംസ് അല്ല, ഹീസ് കമ്മിങ് എന്നാ പറയില്ല. പ്രസൻറ്റ് കണ്ടിന്യൂസിലാണ് പറയില്ല. അപ്പം എൻ്റെ കുട്ടികൾ ഇനി മേലിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പം ശ്രദ്ധിച്ചോളുക, മറ്റുള്ളവർക്കും പറഞ്ഞ് തിരുത്തി കൊടുക്കുക. കാരണം ഇതൊക്കെ അവരുടെ സിമ്പിൾ പ്രസൻറ്റൻസിൻ്റെ യൂസാണെന്ന് മാത്രമല്ല, PSCയുടെ ക്വസ്റ്റ്യനും കൂടിയാണ്. ഗവൺമെൻറ് ജോലി കിട്ടണമെങ്കിൽ ഇതൊക്കെ നിങ്ങളുടെ പൂർവികർക്ക് ചോദിച്ച ചോദ്യമാണ്. അതിലത്തെ ഒരു ക്വസ്റ്റ്യൻ ഇതാ. ഒന്ന്, ഓ ആശ്ചര്യചിഹ്നം ഇറ്റ് ഡാഷ്. ഓപ്ഷനിൽ എ റെയിൻ, ബി റെയിൻസ്, സി ഈസ് റെയിനിങ്, ഡി ഹാസ് ബീൻ റെയിനിങ്. നിയമമൊന്നും പഠിക്കാത്ത കുഞ്ഞുങ്ങൾ കണ്ടോ ഈ സിയും ഡിയിലേക്ക് വന്നു പോലെ അവരുടെ കണ്ണാടിയേ ഉണ്ടാവില്ല, ഇങ്ങോട്ടേക്ക് വന്നിട്ടേ ഉണ്ടാവില്ല. ഇവിടുന്ന് നേരത്തെ ഓടി. എന്നിട്ട് അതിങ്ങനെ പറഞ്ഞ് രസിക്കും. ഓ ഇറ്റ് ഈസ് റെയിനിങ് ആണോ, ഇറ്റ് ഹാസ് ബീൻ റെയിനിങ് ആണോ, ഇറ്റ് റെയിനും അല്ല ഇറ്റ് റെയിൻസും അല്ല, അവരെന്നെ ഉറപ്പിച്ചു. ഇവിടെയൊക്കെ എൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ മേലെ വിജയം കണ്ടെത്തണം. ചില ആൾ പറയില്ലേ, അവനെല്ലാം പഠിപ്പെല്ലാം ഉണ്ടായിട്ടും ഇംഗ്ലീഷൊന്നും പഠിക്കാണ്ടാ പോയിന്, അതുകൊണ്ട് അവൻ്റെ ജീവിതമെല്ലാം പോയി, ഞാൻ ജയിച്ചു. അതായിരുന്നു തെളിവത. യോ എന്നെല്ലാം കണ്ടാൽ തന്നെ ഇത് സഡൻ എക്സ്ക്ലമേഷൻ വാചകമാണെന്ന് എൻ്റെ കുട്ടികൾക്ക് ബോധ്യപ്പെടണം. പിന്നെ സബ്ജക്റ്റ് കഴിഞ്ഞാൽ പ്രസൻറ്റ് വെർബ് എഴുതിക്കൂടൂ. റെയിനോ റെയിൻസേ എഴുതിക്കൂടൂ. അതിൽ ഇറ്റ് സിംഗുലർ ആയതുകൊണ്ട് റെയിൻ ഒരിക്കലും വരൂല, റെയിൻസാണ് ശരി. എന്നാൽ ഈസ് റെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്കൊരു രസം കിട്ടൽ, നമുക്ക് രസം കിട്ടുന്നത് പറയാതിരുന്നാൽ തന്നെ അത് ഇംഗ്ലീഷായി എന്നാണ്. ഓ ഇറ്റ് ഈസ് റെയിനിങ് അല്ല, ഓ ഇറ്റ് റെയിൻസ്. അതുപോലെ 2, ദ ചൈൽഡ് ഡാഷ് അഗെയിൻ. ആ കുട്ടിയതാ വീണ്ടും ഡാഷ്. ഓപ്ഷൻ ഈസ് ക്രൈയിങ്, ബി ക്രൈ, സി ക്രൈസ്, ഡി ഹാസ് ബീൻ ക്രൈയിങ്. പറ കുട്ടികൾ. ദ ചൈൽഡ്. അപ്പോൾ അങ്ങനെ കാണുമ്പം തന്നെ ഉറപ്പിക്കണം ഇത് ദിസ് ഈസ് എ സെൻറ്റൻസ് ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് സഡൻ എക്സ്ക്ലമേഷൻ. പെട്ടെന്നുള്ളൊരു ആശ്ചര്യമാണ് ഈ സെൻറ്റൻസിൻ്റെ അവസ്ഥ. അപ്പം സിമ്പിൾ പ്രസൻറ്റിലേ പറഞ്ഞോളൂ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് വെർബ്, അതായത് BO CO, അതല്ലേ പ്രസൻറ്റ് വെർബ്. എഴുതിയാൽ അത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ്. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്നുണ്ട് ഇനിയിപ്പോൾ അടുത്തത്. അതല്ല അത്. അപ്പോൾ ക്രൈയും ഓതാ ക്രൈസും ഓതുക. അപ്പോൾ സബ്ജക്റ്റ് നോക്ക്, ചൈൽഡ് ആവുമ്പോൾ ക്രൈസ്, എന്നിവിടെ ചിൽഡ്രൻ ആണെങ്കിൽ ക്രൈ. അപ്പോൾ സി എന്നുള്ള ഉത്തരം കൽപ്പിച്ചവർ ഗവൺമെൻറ് ജോലിക്ക് അർഹരായി. മറ്റൊരു ക്വസ്റ്റ്യൻ, അലാസ് ആശ്ചര്യചിഹ്നം ദ ടീം ഡാഷ് അഗെയിൻ. ഓപ്ഷനിൽ വിൻ, വിൻസ്, ഈസ് വിന്നിങ്, ആർ വിന്നിങ്. പറ. അലാസ്, ഹുറാ, ഓ അതെല്ലാം കണ്ടാൽ തന്നെ ഈ വാചകം സഡൻ എക്സ്ക്ലമേഷനാണെന്ന് ഉറപ്പിക്കണം. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റിലേ പറഞ്ഞോളൂ. സബ്ജക്റ്റ് ഇവിടെ ടീമാണ്. ടീം എന്ന് പറഞ്ഞാൽ ഒരാളല്ല, ടീം എന്ന് പറഞ്ഞാൽ കുറേ പേര് കൂടിയതാണെന്ന് നമുക്കറിയാം. പക്ഷെ ആ വാക്ക് ഇംഗ്ലീഷുകാർക്ക് സിംഗുലറാണ്. ടീമും കമ്മിറ്റിയും ഫാമിലിയും ഒക്കെ. അപ്പോൾ എഴുതുന്ന വെർബ് സിംഗുലറേ പറ്റൂലൂ. അപ്പോൾ വിന്നോ വിൻസോ ആണ് ശരി. അതിൽ വിൻസ് ശരി, സിംഗുലർ ഇതല്ലേ. ആടെ ഈസ് വിന്നിങ്ങും ആർ വിന്നിങ്ങിലൊക്കെ നമ്മുടെ കൈ പലരുടെയും പോകും. എൻ്റെ കുഞ്ഞുള്ളത് പോയിക്കൂടാ. അപ്പോൾ സിമ്പിൾ പ്രസൻറ്റൻസ് ഇംഗ്ലീഷിൽ എവിടെയൊക്കെ ഉപയോഗിക്കുന്നുള്ളതിൻ്റെ 2 യൂസായി. ഒന്ന്, പറയുന്ന വാചകത്തിലെ ക്രിയ സിമ്പിളോ ഇൻഡെഫിനിറ്റോ ആയ ഒരു ആക്ഷൻ ആണെങ്കിൽ അത്തരം സെൻറ്റൻസ് സിമ്പിൾ പ്രസൻറ്റിലേ പറഞ്ഞോളൂ. കുട്ടി കരയുന്നു, ദ ചൈൽഡ് ക്രൈസ്. കുട്ടികൾ ഉറങ്ങുന്നു, ചിൽഡ്രൻ സ്ലീപ്പ്. സ്ലീപ്സ് അല്ല, ചിൽഡ്രൻ ആണ്, സ്ലീപ്പ്. കണ്ടോ? പിന്നെ പറയുന്നത് സഡൻ എക്സ്ക്ലമേഷൻ ആണെങ്കിൽ ഓ ഹൂ എന്നുള്ളാക്കിയിട്ട് ഒരു വാചകം പറയുന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ പ്രസൻറ്റിലേ പറഞ്ഞോളൂ. PSC ക്വസ്റ്റ്യൻ ഇതാ. ഇനി സിമ്പിൾ പ്രസൻറ്റിൻ്റെ 3rd യൂസാണ് എനിക്ക് എടുക്കേണ്ടത്. യെസ്,